Hello everybody, welcome back. Roshans മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ Hercules R1ന്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടു ഇതിന്റെ ഒരു ഫുൾ റിവ്യൂ വേണമെന്ന്. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഫുൾ റിവ്യൂ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സർസൈസ് ഉപാധി എന്ന രീതിയിൽ ഒരു സൈക്കിൾ വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്തത് ഒരു ബിഗിനേഴ്സിനുള്ള സൈക്കിൾ വാങ്ങാം എന്ന് തന്നെയാണ്. അതിന് കാരണം പല സുഹൃത്തുക്കളും പറഞ്ഞുള്ള അറിവാണ്. കാരണം സൈക്കിൾ എക്സർസൈസിന് വേണ്ടി വാങ്ങും, എന്നാൽ അത് ഉപയോഗിക്കാതിരിക്കുക. ആദ്യത്തെ ഒരാഴ്ച ചവിട്ടും, അതിനുശേഷം വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ അത് ഉപേക്ഷിക്കും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു ബിഗിനർക്കുള്ള സൈക്കിൾ വാങ്ങാമെന്ന് ചിന്തിച്ചത്. അപ്പോൾ കുറച്ചൊന്ന് യൂസ്ഡ് ആയതിനു ശേഷം കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വില കൂടിയ സൈക്കിൾ വാങ്ങാമെന്ന് ചിന്തിച്ചു. അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിപ്പോൾ ഐക്കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ലിങ്കിൽ അൺബോക്സിംഗ് വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഏകദേശം 4 months റൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ റിവ്യൂമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് 400 kilometers ഞാനിത് ഓൾറെഡി റൈഡ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഒരു സുഹൃത്തിൻ്റെ അഭിപ്രായത്തോടുകൂടി സ്ട്രാവ എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഡേ ടു ഡേ ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള മൂല്യം വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒക്ടോബറിൽ നല്ല ഒരു ഓഫർ പ്രൈസിലാണ് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഓഫർ പ്രൈസസ് ഓരോ സമയത്ത് അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ. ഈ ഒരു സൈക്കിൾ ഫ്ലിപ്കാർട്ടിൽ മാത്രമേ നിലവിൽ അവൈലബിലിറ്റി ഉള്ളൂ. നമുക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ മറ്റ് മോഡലുകൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവർ വെയിറ്റ് ഒന്നുമില്ല, നമുക്കിത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊരു മൗണ്ടൻ ബൈക്കാണ്. എന്നിരുന്നാലും സിറ്റി പർപ്പസിൽ നമുക്കിത് യൂസ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. അതേപോലെ ലേഡീസിനും യൂസ് ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു സൈക്കിൾ തന്നെയാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാണാം. നമ്മുടെ സൈക്കിളിനൊരു അടിപൊളി സെക്യൂരിറ്റി ഡിവൈസ് വാങ്ങിയിരിക്കുകയാണ്. ഇതൊരു ആൻറ്റി തെഫ്റ്റ് അലാമാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ബോക്സിൽ തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈ-ആക്സിൽ ആക്സിലോമീറ്റർ സെൻസർ, 7 level സെൻസിറ്റിവിറ്റി, 113 dB ആണ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ SOS എമർജൻസി ഹെൽപ്പ് ഫംഗ്ഷൻ ഉണ്ട്. ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഡിവൈസ്. അപ്പോൾ ബോക്സിനുള്ളിൽ വേറെന്താണെന്ന് നോക്കാം. യെസ്, അവരൊരു മാനുവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ മറ്റു കാര്യങ്ങൾ, അതുപോലെ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ, ഇതെല്ലാം നമുക്ക് ഈ മാനുവലിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ കാറുകളിലൊക്കെ നമ്മൾ കാണുന്ന കീലെസ് എൻട്രിയിൽ വരുന്ന അതേപോലെ തന്നെയുള്ളൊരു റിമോട്ടാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇതിലൊരു ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്വിച്ചസൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ ഈ സൈക്കിളിൽ ഫിറ്റ് ചെയ്യുന്നതിനെ വാങ്ങിയിരിക്കുന്ന ആൻറ്റി തെഫ്റ്റ് അലാമിൻ്റെ സെറ്റപ്പിലേക്കും കൂടുതൽ ഡീറ്റെയിൽസിലേക്കും വരാം. അതിനു മുമ്പ് Hercules R1 S29 എന്ന ഈ സൈക്കിൾ മോഡലിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഡിസൈൻ ആൻഡ് സ്റ്റൈലിംഗ് സൂപ്പർബാണ്. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ വിറ്റ് പോകുന്ന സൈക്കിളുകളിൽ ഈ ഒരു മോഡൽ വളരെ പോപ്പുലറാണ്. ഇതിൻ്റെ ഫ്രെയിം സൈസ് വരുന്നത് 17 inch ആണ്. സ്റ്റീൽ ആൻഡ് അലോയ് മിക്സ്ഡ് ആണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കളർ വരുന്നത് മാറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ അവിടെയായിട്ട് ടോപ്പ് ഗിയർ എന്ന ബ്രാൻഡിങ് കാണാം, ഹെർക്കുലസ് എന്ന ബ്രാൻഡിങ് കാണാം. അപ്പോൾ ബ്ലാക്കിൽ റെഡ് കളറിലുള്ള സ്റ്റിക്കറിങ്ങും മറ്റു കാര്യങ്ങളുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. സൈക്കിളിൻ്റെ ഫ്രെയിമിൽ വന്നിരിക്കുന്ന ജോയിൻസിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ്, അതുപോലെ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റിൻ്റെ ഒരു ഫിനിഷിങ്, അതേപോലെ തന്നെ സ്റ്റിക്കറിങ് വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ, ഇതൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമുക്ക് ആ കാര്യത്തിലൊന്നും തന്നെ ഒരു ക്വാളിറ്റി ലോസ് പറയാനില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇതിൽ ഫ്രണ്ട് സൈഡിൽ മാത്രം സസ്പെൻഷൻ അവൈലബിൾ ആണ്. നോട്ട് സോ സ്മൂത്ത് ബട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഒരു മൗണ്ടൻ ബൈക്കിന് അനുയോജ്യമായിട്ടുള്ള 29 inch നൈലോൺ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ടയറാണ്. ഇതിൽ ഒരു ബോട്ടിൽ ഹോൾഡറിനുള്ള സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ബോട്ടിൽ ഹോൾഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ ഹോൾഡർ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബോട്ടിൽ ഹോൾഡർ അതുപോലെ മഡ് ഗാർഡ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതാണ്. സൈക്കിളിനോടൊപ്പം ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ല. ഹാൻഡിൽ ബാർ വരുന്നത് ബേഡ് ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. റൈഡിങ്ങിന് നല്ല കംഫർട്ടായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. അതുപോലെ തന്നെ ഫ്രെയിം ആൻഡ് ഫോർക്ക് 2 years വാറണ്ടി ഉണ്ട്. പിന്നെ ചെയിൻ, വീൽ, ഫ്രീ വീൽ, ഹബ്ബ്, ആക്സിൽ, പെഡൽ, റിംസ്, സാഡിൽ, ഇതിനെല്ലാം 1 year വാറണ്ടി ഉണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള വാറണ്ടി പീരീഡ്സ് ആണ് സൈക്കിളിലെ ഓരോ എക്യുപ്മെൻറ്റിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ സൈക്കിളിലെ ഗിയർ സിസ്റ്റം ഒന്ന് നോക്കാം. മൈക്രോഷിഫ്റ്റ് ബ്രാൻഡറായിട്ടുള്ള 7:3 കോമ്പിനേഷനുള്ള ഒരു ഗിയർ സിസ്റ്റമാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 3 gearsഉം റിയർ സൈഡിൽ 7 gearsഉം, അങ്ങനെ ടോട്ടൽ 21 gearsൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഈ ഒരു സൈക്കിളിലുള്ളത്.
ഈ ഒരു സൈക്കിളിൻ്റെ തം ഷിഫ്റ്റേഴ്സിൽ നമുക്ക് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് അതിൻ്റെ ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ബ്രേക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് റിയർ സൈഡിലും ഫ്രണ്ട് സൈഡിലും ഡിസ്ക് ബ്രേക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈക്കിളിലെ വീൽസ് ഒന്നും ക്വിക്ക് റിലീസ് വീൽസ് അല്ല, പക്ഷേ ഇതിലെ സീറ്റ് പോസ്റ്റ് നമുക്ക് ക്വിക്ക് റിലീസ് ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് സൈഡ് റിയർ സൈഡ് റിഫ്ലക്ടറൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് ലൈറ്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാൻ ഈ സൈക്കിളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഹോൺ ആണ്. പിന്നീട് ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു മൊബൈൽ ഹോൾഡറാണ്. ഈ സൈക്കിളിൽ അലോയ് റിംസിൽ 29 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് നമ്മൾ റൈഡിങ് പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഒരു കമാൻഡിങ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ സാധിക്കും. കമ്പനി ഇതിൽ മഡ് ഗാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മഡ് ഗാർഡ്സ് നമുക്ക് 250 റുപ്പീസ് റേഞ്ചിൽ എക്സ്ട്രാ ആയിട്ട് വാങ്ങി ഫിറ്റ് ചെയ്യാം. കൂടുതൽ റൈഡിങ് കംഫർട്ടിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ജെൽ സീറ്റ് കവർ കൂടി ആഡ് ചെയ്തു. സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 1000 റുപ്പീസ് വില വരുന്ന ഒരു ഹെൽമെറ്റ് കൂടി വാങ്ങി. ഈ ഒരു ഹെൽമെറ്റ് 100% സുരക്ഷ ഉറപ്പ് തരുന്നില്ല. എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് നമ്മൾ റോഡിൽ റൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഹെൽമെറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഞാൻ ഈ സൈക്കിൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന വയർലെസ് ആൻറ്റി തെഫ്റ്റ് അലാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതൊരു 100% റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല, ഒരു ആഡംബരം എന്ന് തന്നെ പറയാം. അപ്രോക്സിമേറ്റ് 2000 റുപ്പീസാണ് ആമസോണിൽ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്, നിങ്ങൾ സൈക്കിൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിന് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പാർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് സെക്യൂരിറ്റി ഡിവൈസിൻ്റെ സെൻസർ യൂണിറ്റ്. ഇതാണ് നമ്മൾ സൈക്കിളിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ബൈക്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ബൈക്കിൽ സ്കൂട്ടറിലൊക്കെ യൂസ് ചെയ്യാം സെക്യൂരിറ്റി ഡിവൈസായിട്ട്. നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. സോ നമുക്ക് അത്യാവശ്യം ചെറിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ബോക്സിൻ്റെ കവറൊന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമുക്ക് സൈക്കിളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നതിനുള്ള ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി മറ്റു കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ സൈഡ് ടേപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡിവൈസിനെ കേടുപാടുകൾ കൂടാതെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ അതിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാനും സാധിക്കും. നമുക്കിനി ഡിവൈസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ബാറ്ററി കണക്ട് കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. ജസ്റ്റ് അത് നമുക്ക് പുറത്തേക്ക് ഉരിമാറ്റാം. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ആക്റ്റീവായിട്ടുണ്ട്. അൺലോക്ക് ചെയ്താണ്, ലോക്ക് ചെയ്താണ്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ഡിവൈസ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ലോക്ക്ഡ് ആണ്. ഏതെങ്കിലും കാരണവശാൽ ഇതിനൊരു വൈബ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അലാം ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് വൈബ്രേഷൻ കൊടുത്ത് നോക്കാം. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടൈ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നീണ്ടു നിൽക്കുന്ന ആ ഒരു ഏരിയ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ സെക്കൻഡ് ടൈ കൂടി നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അതാ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ റിമോട്ട് ഉപയോഗിച്ച് ഈ ഒരു ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ബട്ടണാണ്. ഒരു ലോക്ക് സിമ്പിൾ കാണാം. ജസ്റ്റ് വൺസ് പ്രസ് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ നോട്ടിഫിക്കേഷൻ അലാം കേൾക്കാം. ഇപ്പോൾ ലോക്ക്ഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കേൾക്കുന്ന ബീപ്പിന് ശേഷം സെക്കൻഡ് ഒരു ബീപ്പ് സൗണ്ട് കൂടി കേൾക്കും. ആ ഒരു സൗണ്ടിൽ ലോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിൾ ജസ്റ്റ് മൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് അലാം ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അൺലോക്ക് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. ലോക്ക് അൺലോക്ക് കീ കൂടാതെ ഇതിലൊരു ലൈറ്റിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 അഡീഷണൽ ബട്ടൺസ് കൂടി വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അലാമിൻ്റെ സൗണ്ട് ചൂസ് ചെയ്യുന്നതിനുള്ളതാണ് ഫസ്റ്റ് ബട്ടൺ. ഇതൊന്ന്. അപ്പോൾ ഇത്തരത്തിൽ 3 സൗണ്ട്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന രണ്ടാമത്തെ കീ എന്ന് പറയുന്നത് നമുക്കിപ്പം അല്പം ഡിസ്റ്റൻസ് നിൽക്കുകയാണെങ്കിൽ പോലും ഒന്ന് അലാം ചെയ്യണം. ഫൈൻഡ് മൈ വെഹിക്കിൾ, അതായത് നമ്മുടെ സൈക്കിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കും.
ഇതാ. അപ്പോൾ നമ്മൾ മുകളിൽ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു അലാം സൗണ്ടാണ് താഴെ കേൾക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചുകൂടി ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ റേഞ്ച് ഒന്നുകൂടി ഒന്ന് നോക്കാം. ലോക്ക് ചെയ്ത് നോക്കാം. ലോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അൺലോക്ക് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് അലാം ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് റോഷൻ സൈനിങ് ഓഫ്.